ആക്ച്വലി എറണാകുളത്താണ് ചെയ്യുന്നത്. അപ്പം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. കേക്ക് ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നത്. അപ്പം കേക്ക് പൊക്കുമ്പോൾ എനിക്ക് നല്ല സംശയമിട്ട് വന്നെന്ന് തോന്നുന്നു. അപ്പോൾ വന്നെന്നുള്ള കാര്യം ഞാൻ കൺഫേം ചെയ്തു. പിന്നെ പതുക്കെ റൂമിൽ കയറിയ സമയം കൊണ്ട് കേക്കും ബാക്കി സാധനങ്ങളൊക്കെ മുകളിലെത്തിക്കുക എന്നുള്ളതായിരുന്നു വലിയ കടമ്പ. എന്തോ ഭാഗ്യത്തിന് ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തിറങ്ങിയാണ്. എന്തായാലും മനസ്സിലായി കാണും എന്തെങ്കിലും കേക്കോ എന്തെങ്കിലും സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇത്രയും സെറ്റപ്പ് ആയിരിക്കുന്നു ഒട്ടും പ്രതീക്ഷ കാണത്തില്ല. പിന്നെ നമ്മുടെ ബർത്ത്ഡേ സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റ് ചെയ്തതിന് ശേഷം ഇനി സർപ്രൈസ് കൊടുക്കാൻ പോകാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ കുഞ്ഞു അവര് ബർത്ത്ഡേ പാടി എന്തെടുത്തു ആദ്യം ഗ്യാസ് കൊണ്ടുണ്ടായിരുന്നു. ശ്രീയുടെ അടുത്ത് നിന്ന് ഞാൻ ഇതൊക്കെ പ്രതീക്ഷിച്ചോളൂ. ഇങ്ങനെ ഭയങ്കര സർപ്രൈസ് ആയി മൈ ഗോഡ് എന്ന് പറയുന്ന ഒരു ടൈപ്പ് ആയിട്ടുള്ള ഒരാളല്ല. അതുകൊണ്ട് ഇത്രയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചോളൂ. ആദ്യമേ ഡ്രസ്സ് എന്ന് പറഞ്ഞ് പറ്റിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഡ്രസ്സിന്റെ പാക്കറ്റ് വെച്ച് കൊടുത്തത്. എന്നിട്ടും വലിയ വ്യത്യാസമൊന്നും ഇല്ല, ഇതാ എന്നുള്ളൊരു മൂഡായിരുന്നു. പിന്നെ ഇത് കണ്ടപ്പോൾ എന്താണ് സാധനം എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ ഇതെന്തായത് നമ്മുടെ കുലുക്കി നോക്കുന്നുണ്ടായിരുന്നു. കണ്ട സന്തോഷമായിട്ടിരിക്കുന്നെങ്കിലും വിചാരിച്ച സാധനം കിട്ടാത്തതിന്റെ സങ്കടം മുഖത്ത് നല്ല രീതിക്ക് ഉണ്ടായിരുന്നു. 32 ഗിഫ്റ്റ് ഉണ്ട്. നീ കൊടു അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.